നടി അൻസിബ ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ SIക്കും എതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് തൃക്കാക്കര ASPയുടെ റിപ്പോർട്ട്. പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നും കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലും അടിസ്ഥാനമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ മേലുദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കടവന്ത്രി പോലീസ് സ്വീകരിക്കുന്ന നിലപാട്. അതേസമയം റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ വ്യക്തമാക്കി. വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം ഇരുത്തുകയും ലക്ഷ്മിപ്രിയയും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവും SI രേഷ്മയും ഉൾപ്പെടെ 3 പേരും കൂടെ ഒരുമിച്ച് എന്നെ ഇന്ററോഗേറ്റ് ചെയ്യുകയായിരുന്നു SI രേഷ്മയുടെ മുറിയിൽ വെച്ചിട്ട്. എന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാനെന്ന വ്യക്തിക്ക് ഇന്ത്യയിൽ അവർ 3 പേർക്കും എന്തൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടോ അതെല്ലാമുള്ള എൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ചോദ്യം ചെയ്തത്. എൻ്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തതിന് പോലീസുകാർക്ക് തെറ്റൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കുന്നതായിരിക്കും. കാരണം എൻ്റെ മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. എൻ്റെ മൗലിക അവകാശമാണത്. അൻസിബയ്ക്ക് പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്ന് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു. അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് അങ്ങേറ്റം നാണക്കേടാണ്. പരസ്പരം വിഴുപ്പലക്കുന്നു, കേസ് നടപടിയും ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഈ പരാതികൾ രണ്ടുപേരുടെ, ലക്ഷ്മിപ്രിയയുടെയും അൻസിബയുടെയും പരാതികളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ്. പക്ഷെ അൻസിബ നിയമപോരാട്ടം നടത്താൻ ഒരുങ്ങുന്നു. അതിനിടെ ലക്ഷ്മിപ്രിയ പുതിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അൻസിബയ്ക്ക് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്, ചില മതവർഗീയവാദികൾ അതിന് പിന്നിലുണ്ടെന്ന്. ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ? സ്വാഭാവികമായി നേരത്തെ അൻസിബ ഇതേ വിഷയം തന്നെയാണ് ടിനി ടോമിനെതിരെയും ഉന്നയിച്ചത്. തന്നെ മതവർഗീയവാദിയാക്കാൻ ചിലർ ശ്രമിക്കുന്നു. ടിനി ടോം അത്തരം ചില പ്രതികരണങ്ങൾ ടിനി ടോമിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നൊക്കെ. ടോം, ആദ്യം തന്നെ പറയട്ടെ, ഈ കേസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഇരു ആൾക്കാരുടെയും മുന്നോട്ട് പോക്ക് അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനെ ഇത് പൊതുസമൂഹത്തിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഒരു നിയമപരമായി മുന്നോട്ട് പോകുന്നതോടുകൂടി സംഘടനയെ തന്നെ വലിയ മോശമാകുന്ന രീതിയിലേക്കാണ് ചിത്രീകരിക്കപ്പെടുന്നത്. നിലവിലിപ്പോൾ അൻസിബ നേരത്തെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിക്ക് കൗണ്ടറായിട്ടായിരുന്നു അൻസിബ നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് അന്ന് ലക്ഷ്മിപ്രിയയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ SI രേഷ്മ ഇതിന്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി, ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി അൻസിബയെ വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ലക്ഷ്മിപ്രിയയും ഉണ്ടായിരുന്നു. 3 മണിക്കൂറാണ് അൻസിബയെ SI രേഷ്മയുടെ സാന്നിധ്യത്തിൽ നടന്ന ആ ചോദ്യം ചെയ്യൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചത്. 3 മണിക്കൂർ തന്നെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം SI തന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കടക്കം അൻസിബ പരാതി നൽകിയത്. ആ പരാതി പിന്നീട് തൃക്കാക്കര ACPക്ക് കൈമാറുകയായിരുന്നു. ACPയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഈ 2 കൂട്ടരും നൽകിയ പരാതി, അതായത് അൻസിബ നൽകിയ പരാതിയിലായിക്കോട്ടെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലായിക്കോട്ടെ, അതിലൊരു കഴമ്പില്ല എന്ന് തന്നെയാണ്. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ചില സൗന്ദര്യപ്പിണക്കം എന്നൊക്കെ പറയില്ല, അത്തരത്തിൽ മാത്രമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പോലീസിനെ പോലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാതിയുമായി 2 കൂട്ടരും രംഗത്തെത്തിയതെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഒപ്പം SI രേഷ്മ ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമേ. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇത് പരസ്പരം പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ താരസംഘടനയ്ക്ക് അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആരെങ്കിലും മുൻകൈ എടുക്കണ്ടേ, അല്ലെങ്കിൽ അമ്മ നേതൃത്വമെങ്കിലും മുൻകൈ എടുക്കണ്ടേ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ?
ടോം, ഇതിൽ അൻസിബയോ ലക്ഷ്മിപ്രിയോ സംഘടനയ്ക്കുള്ളിൽ പരാതി നൽകിയിട്ടില്ല. അതാണ് മറ്റൊരു കാര്യം. ലക്ഷ്മിപ്രിയ അത് ആവർത്തിച്ച് ചോദിക്കുന്നത് ഇത് താനും അൻസിബയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായ കാര്യമെന്ന് പറഞ്ഞാൽ അൻസിബ ലക്ഷ്മിപ്രിയയുടെ മൊബൈലിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു, വാട്സപ്പിൽ ഒരു സന്ദേശം അയക്കുന്നു. അതെന്താണ് അത്തരത്തിലൊരു സന്ദേശം അയച്ചതെന്ന അൻസിബയോട് ചോദിച്ചിട്ടും അൻസിബ മറുപടി പറഞ്ഞില്ല. അതുകൊണ്ടാണ് പല ആവർത്തിക്കും ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല. അതിനെ തുടർന്നാണ് പോലീസിലേക്ക് താൻ പരാതി നൽകാനായി തീരുമാനിച്ചത്. അത് ഗൗരവമുള്ള പരാതിയല്ല എന്ന് ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ അറിയാം. പക്ഷേ മറ്റൊരാളുടെ മധ്യസ്ഥതയിൽ ഇത് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അൻസിബയെ വിളിച്ചു വരുത്തി കാര്യമൊന്ന് അന്വേഷിച്ചാൽ മതി എന്ന് മാത്രമാണ് ലക്ഷ്മിപ്രിയയുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോയതെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. പക്ഷേ അൻസിബ പറയുന്നത് സംഘടനയിൽ പരാതി നൽകിയാലും തനിക്ക് നീതി കിട്ടില്ല എന്നതാണ്. കാരണം അൻസിബയുടെ പരാതിയിൽ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നതിൽ ഒരാൾ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനാണ്. അങ്ങനെ ശ്വേതാ മേനോൻ ആരോപണ വിധേയയായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്റെ പരാതി ശ്വേതാ മേനോൻ തന്നെ കേട്ടാൽ എങ്ങനെയാണ് തനിക്ക് നീതി ലഭിക്കുക എന്നാണ് അൻസിബ ചോദിക്കുന്നത്. എന്തായാലും ജനറൽ ബോഡി യോഗത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യും. ഇതിൽ ജനറൽ ബോഡി ആയിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. ടോം, വ്യക്തമാണ്. നവമി, ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയം ഇങ്ങനെ വഷളായി പോകുന്നത് ഈ താരസംഘടനയ്ക്ക് നാണക്കേടാണ്. കാരണം എന്തായാലും പോലീസ് നടപടി സ്വീകരിക്കില്ലെന്ന് ഉറപ്പാക്കിയിരിക്കുന്നു. പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതാണ്. പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, കോടതിയെ സമീപിക്കുമെന്ന് ആണ് അൻസിബ പറയുന്ന കാര്യം. ഈ വിഷയത്തിൽ ഇനി അമ്മ നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.